ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ജിമ്മിൻ്റെ വാർഷികാഘോഷമാണ്. വാർഷികാഘോഷവും പിന്നെ അവിടുത്തെ പൊങ്കൽ ഫെസ്റ്റിവലിൻ്റെ ആഘോഷം കൂടി ചേർന്ന് ഒരു ദിവസം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലാണ് ഞങ്ങളെല്ലാവരും. രാവിലെ തന്നെ ഞങ്ങളിവിടെ നേരത്തെ എത്തി. ഉച്ചയ്ക്ക് ലഞ്ചിനാണ് എല്ലാം വരാമെന്ന് വരാൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോകാറുണ്ട്. ഇവിടുന്ന് ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ട്രക്കിങ് പോലെയൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററികൾ ഇവിടെ ഉണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ 2-3 ടീമായിട്ട് തരംതിരിച്ചിട്ട് ഓരോ ദിവസങ്ങളായിട്ട് ഫോറസ്റ്റിൻ്റെ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് മലയുടെ മുകളിൽ കൂടെയും അങ്ങനെ ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റാക്കിയിട്ട് ഇവിടെ ജിമ്മിലത്തെ മാസ്റ്റർ എൻ്റെ സുഹൃത്തോടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ തമിഴ്നാടിനെ കേരള കർണാടക ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളിലേക്ക് ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതി. രാവിലെ എത്തിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഫോട്ടോ എടുത്ത് വന്നപ്പോഴേക്കും ഒരു ഉറി കെട്ടാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ ഓരോന്നായിട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങിയുള്ളൂ. പിന്നെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആവാറാകുമ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ വരാൻ തുടങ്ങി. ഏകദേശം ഒരു 100-150 ആൾക്കാരെ ഇതുണ്ടായിരുന്നു. പിന്നെ ആദ്യം ലേഡീസാണ് ഉറിയടിക്കാൻ തുടങ്ങി. 2-3 പേര് ഒരു രസമായിരുന്നു ഉറിയടിക്കാനൊക്കെ തുടങ്ങി. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് അതൊരു രസം. അങ്ങനെ കുറേശ്ശായിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലിപ്പിങ്ങൊക്കെ എടുത്തു. പിന്നെ ലാസ്റ്റ് അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ വേറൊരു സുഹൃത്താണ് ചെറിയൊരു മിസ്സ്. പിന്നെ ഒരു ചെറിയൊരു മോനുണ്ടായിരുന്നു. ആ മോനെ കൊണ്ട് കെട്ടിച്ചു. കണ്ണ് കെട്ടിയിട്ട് കളത്തിലിറക്കി. അവനും അങ്ങനെ ഏകദേശം ഇവിടെയൊക്കെ ചുറ്റി വന്നു കേട്ടോ. അടുത്തേക്കൊക്കെ എത്തി. ഏകദേശം അടുത്തേക്ക് എത്തിയിട്ട് അങ്ങനെ ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഏകദേശം ആയി. പിന്നെ ഒറ്റ വീശാണ് ഇപ്പോൾ. അയ്യോടാ, തട്ടിയിട്ട് പൊട്ടിയില്ല. പിന്നെ ഇതാ നമ്മുടെ വേറൊരു സുഹൃത്താണ്. അതേപോലെ ചുറ്റി ഒറ്റടി പൊട്ടി. പിന്നെ അത് കഴിയുമ്പോൾ ചെറിയൊരു വടംവലി ഉണ്ടായിരുന്നു. ഉള്ള സ്ഥലത്ത് വെച്ച് ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തു. ആദ്യത്തെ തയ്യാറെടുപ്പാണ് അതൊക്കെ. അതൊക്കെ കയറൊക്കെ നല്ല വലിച്ച് കെട്ടിയിട്ട് പിന്നെ ഈ ഗ്രാനൈറ്റിൻ്റെ ഫ്ലോർ ആയതുകൊണ്ട് ഒരു ഗ്രിപ്പൊന്നും വലിയ ഇതിലുണ്ടാവില്ല. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും പിടിച്ചെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ്, വടംവലിയുടെ ഒരുക്കത്തിലാണത്. ആദ്യം 1-2 പ്രാവശ്യം ട്രയൽ നോക്കിയെങ്കിലും പക്ഷേ അത് ഫെയിലിയറായി. അത് ഫെയിലിയറായപ്പോൾ പിന്നെ ഒന്നും കൂടി ഒന്ന് ടൈറ്റാക്കി വലിച്ച് കെട്ടുകയൊക്കെ ചെയ്ത് ഇതൊക്കെ ഒന്ന് മുറുക്കിയിട്ട് പിന്നെ 2ാമത് കയറി. അവർ ഒന്നും കൂടി ഹരം പിടിക്കണമല്ലോ. അവൻ കണ്ട ആ ചെറിയ മോൻ കണ്ടോ, അവനും ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എനിക്ക് പറ്റില്ല. ഞാൻ വീഡിയോ എടുക്കേണ്ടതിന് കാരണം എനിക്കൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ ഡിജിറ്റൽ ക്യാമറയിലൊക്കെ എടുക്കണ്ടായിരുന്നു പിള്ളേർ. കുറേ കഴിഞ്ഞ് എല്ലാം ഒന്ന് ഹോമായി വരുന്നു. തുടങ്ങി. മാസ്റ്റ് കയറിയിട്ട് കൊടി വെച്ചിട്ട് ഇതാക്കാൻ തുടങ്ങി. കൊടിയൊന്നും ഇല്ല, കൊടുക്കാൻ പോലെ ഇല കഷ്ണം കിട്ടിയത്. അതാ തുടങ്ങി. വലിയടാ അങ്ങോട്ട് വലിയടാ അങ്ങോട്ട് വലി ഇങ്ങോട്ട് വലി. കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് സദ്യ തുടങ്ങി കേട്ടോ. സദ്യ പറഞ്ഞാൽ നോൺ വെജിൻ്റെ സദ്യ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ബിരിയാണിയും തമിഴ്നാട് ബിരിയാണി തന്നെയാണ്. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണിയൊന്നും ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ തമിഴ്നാടൻ ബിരിയാണി തന്നെയാണ്. ഫിഷ് ഉണ്ടായിരുന്നു, ചില്ലി ഉണ്ടായിരുന്നു, ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു,
കേസരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ റവയും കൊണ്ടുണ്ടാക്കുന്ന സാധനം അങ്ങനെ ചില്ലി ചിക്കൻ എല്ലാം വിളമ്പി വരുന്നുള്ളൂ. അത് എന്താ പറയുക, ദീപാവലിക്കും പൊങ്കലിൻ്റെ അല്ലെങ്കിൽ വാർഷികാഘോഷത്തിനൊക്കെ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടുന്നത് പതിവാണ്. അതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾ നമ്മുടെ ഇതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആളാണ് കേട്ടോ. ചില ചേച്ചിമാർക്ക് ചോദിക്കാൻ വയ്യ പറഞ്ഞിട്ട് അവർ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഓരോരുത്തരായിട്ടിങ്ങനെ വിളമ്പാനും ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും പിന്നെ ഞങ്ങൾക്ക് രണ്ടാമത് ഇരിക്കുക ചെയ്ത്. ഫുഡ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നല്ല എനർജിയായി. ഏകദേശം ഇപ്പോൾ സമയം ഒരു ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു 3 മണി 3:30 ആയിട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇതങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം കളിച്ച് പിള്ളേരൊക്കെ അവസരമായിട്ട് ഓരോ ഭാഗത്ത് നിൽക്കാൻ തുടങ്ങി. ഏകദേശം സമയം 6 മണി കഴിഞ്ഞു, 6-6:30 ആയി. ലാസ്റ്റ് കൊണ്ട് പിന്നെ മാസ്റ്റർ പറഞ്ഞ് നമുക്ക് നിർത്താൻ മതി, ഒരുപാട് നേരമായി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 1-2 സോങ് കൂടി കഴിഞ്ഞിട്ട് നിർത്താമെന്നുള്ള പ്ലാനിലേക്ക് എത്തി. അങ്ങനെ ലാസ്റ്റ് കലാശക്കൊട്ടുമ്പിലേക്ക് എത്തി. പിള്ളേരൊക്കെ ക്ഷീണിച്ച് അവിടെ നമ്മുടെ സൈഡായിട്ടോ. ഞങ്ങൾ അങ്ങനെ പരിപാടി ഏകദേശം അവസാനിച്ചു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.